ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നാം പരിശോധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള മനുഷ്യൻ യേശുവിനെ കാണുവാൻ ശ്രമിക്കുന്നതായ ഒരു സംഭവമാണ്. ഈ സക്കായി ഇരിക്കുന്നത് യെരിഹോ എന്ന് പറയുന്നതായ പട്ടണത്തിലാണ്. യെരിഹോ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. യോശുവയുടെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. വലിയവനായ ദൈവം യോശുവയിലൂടെ ശപിക്കപ്പെട്ട യെരിഹോ പട്ടണത്തെ തകർത്ത് കളഞ്ഞതിന് ശേഷമായി യോശുവ എടുത്തതായ ശപഥമാണിത്. ഈ ശപഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം അതേപോലെ ചരിത്രത്തിൽ നടന്നതായി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഈ ശപഥം നിറവേറിയതായി കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ്റെ കാലത്ത്, അതായത് ആഹാബിൻ്റെ കാലത്ത്, ബേഥേല്യനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സംഭവമാണ്. അങ്ങനെ ശപിക്കപ്പെട്ട യെരിഹോ പട്ടണത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അന്നത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞിരിക്കുന്നതായ ഒരു സക്കായിയെയാണ് നാം കാണുന്നത്. അങ്ങനെ സക്കായി ഇരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ വഴിയായി കടന്നു വരികയാണ്. ഒരു പക്ഷേ നേരത്തെ യേശുവിനെപ്പറ്റി താൻ കേട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാവണം യേശു കർത്താവിനെ കാണുവാനുള്ള അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വലിയ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയും കാണണം എന്നുള്ള വലിയൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. വലിയ പുരുഷാരമാണ് കർത്താവിൻ്റെ ചുറ്റിലുമുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, ഈ സക്കായി ഈ പുരുഷാരത്തിൻ്റെ ചുറ്റിലും ഓടിക്കാണും. കാരണം കർത്താവിനെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. അതേസമയം തന്നെ കർത്താവിനെ കാണുവാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്: താൻ വളർച്ചയിൽ കുറിയവനാണ്. അദ്ദേഹം വാസ്തവത്തിൽ ചീഫ് ടാക്സ് കളക്ടറാണ്. എന്ന് പറഞ്ഞാൽ ചുങ്കം പിരിക്കുന്ന 10-15 ആളുകളുടെ തലവനായിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ധനവാനുമാണ്. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുൻപാകെ, സമൂഹത്തിൻ്റെ മുൻപാകെ ഒരുപക്ഷെങ്കിൽ വലിയ മാന്യത നൽകുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവായ യേശുവിനെ കാണുവാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറവ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. താൻ വളർച്ചയിൽ കുറിയവനാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ സംഗതി. അത് അദ്ദേഹത്തിന് സമ്പത്തുണ്ടാക്കുന്നതിന് തടസ്സമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നതിന് ആ വളർച്ചയിൽ താൻ കുറിയവനാണെന്നുള്ളതായ ഒരു കുറവ് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ കർത്താവായ യേശുവിനെ കാണുവാൻ ശ്രമിക്കുമ്പോൾ താൻ വളർച്ചയിൽ കുറിയവനാണ് എന്നുള്ളതായ ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വലിയ ആത്മീയ സത്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വാസ്തവത്തിൽ നാം കർത്താവിനെ കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് ബോധ്യപ്പെട്ടു വരുന്നത്. നാം പുറമേ നോക്കുമ്പോൾ ഒരുപാട് ഗുണഗണങ്ങളുള്ളവരായിരിക്കാം, വലിയ സമ്പത്തിൻ്റെ ഉടമകളായിരിക്കാം, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായിരിക്കാം. അതൊക്കെ ശരിയാണ്. പക്ഷേ കർത്താവായ യേശുവിനെ കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് കാതലായ കുറവുകൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുന്നത്. സക്കായി ഓടിച്ചെന്ന് ഒരു കാട്ടത്തിമേൽ കയറിയിരിക്കുകയാണ് ആ വഴിയായി വരുന്ന കർത്താവിനെ കാണുന്നതിന് വേണ്ടി. അങ്ങനെ കർത്താവ് ആ വഴിയായി വരുമ്പോഴാണ് വളരെ വലിയ അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടെ സക്കായിക്ക് ബോധ്യപ്പെടുന്നത്. ഇലകൾ നിറഞ്ഞു നിൽക്കുന്നതായ ഈ മരത്തിലിരിക്കുന്ന സക്കായിയെ അങ്ങനെ എളുപ്പത്തിൽ കാണുക അസാധ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി ഇപ്പോൾ കണ്ടുവരുന്ന ചില അത്തിമരങ്ങളുണ്ട്. എന്നാൽ ഈ അത്തിമരങ്ങളല്ല വാസ്തവത്തിൽ പലസ്തീനിലുള്ളതായ അത്തിമരങ്ങൾ. നാം ഇവിടെ കാണുന്ന അത്തിമരങ്ങളുടെ ചുവട്ടിലാണ് അതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള അത്തിമരം എന്ന് പറയുന്നത് അതിൻ്റെ ശിഖരങ്ങളിൽ തന്നെ അത്തിപ്പഴം ഉണ്ടാകുന്നതായ അത്തിമരങ്ങളാണുള്ളത്. അത് നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം. അത്തിപ്പഴത്തിൻ്റെ കാലത്ത് ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരമാണ് ഈ അത്തിമരം.
അതിൻ്റെ ഇടയിലിരിക്കുന്ന സക്കായിയെ കാണുന്നതിന് ഒരു പക്ഷെങ്കിൽ അത്ര എളുപ്പമല്ല. എന്നാൽ കർത്താവ് അവനെ കാണാവുന്നതായ ഒരു സ്ഥാനത്ത് വന്നപ്പോൾ അവിടെ നിന്ന് മേലോട്ട് നോക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സക്കായി ഇരിക്കുന്നതായ സ്ഥാനം വളരെ കൃത്യമായി കർത്താവിനറിയാം. അതുകൊണ്ടാണ് താൻ അവിടെ വന്ന് നിന്നിട്ട് മേലോട്ട് നോക്കി സക്കായിയെ കാണുന്നത്. നാം ഓരോരുത്തരും ഇരിക്കുന്നതായ സ്ഥാനം കർത്താവ് നന്നായിട്ട് അറിയുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് 139 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുകയാണ്, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. മാത്രമല്ല താൻ പറയുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നോക്കുക, നാം എവിടെ ആയിരുന്നാലും നമ്മുടെ യഥാർത്ഥമായ സ്ഥാനം അറിയുന്നവനാണ് കർത്താവ് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സക്കായി ഇരിക്കുന്നതായ സ്ഥാനം വളരെ കൃത്യമായി കർത്താവിനറിയാം. അതുകൊണ്ടാണ് അവനെ കാണാവുന്ന ഇടത്ത് വന്നപ്പോൾ അവിടുന്ന് നിന്ന് മേലോട്ട് നോക്കിയത്. ഇനി മറ്റൊരത്ഭുതം, അവിടെ നിന്നിട്ട് കർത്താവ് മേലോട്ട് നോക്കി അവനെ വിളിക്കുകയാണ്, സക്കായിയെ. ഇതിനു മുൻപ് അവർക്ക് തമ്മിൽ യാതൊരു പരിചയമുള്ളതായി തിരുവെഴുത്തിൽ കാണുന്നില്ല. ആദ്യമായി കാണുകയാണെങ്കിലും യേശു കർത്താവ് അദ്ദേഹത്തെ പേരെടുത്ത് വിളിക്കുകയാണ്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ, നീ ഇരിക്കുന്ന സ്ഥാനം എനിക്കറിയാം, നിന്റെ പേരും എനിക്കറിയാം. വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഭവനവും എനിക്കറിയാം. സക്കായി അത്ഭുതപ്പെട്ടു പോയി. അതുവരെയും യാതൊരു പരിചയവുമില്ലാതിരുന്ന, ആദ്യമായി കാണുവാൻ ശ്രമിക്കുന്ന അത്ഭുതവാനായ കർത്താവായ യേശു ക്രിസ്തു സക്കായിക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒന്നാമത്തേത്, നീ ഇരിക്കുന്ന സ്ഥാനം എനിക്കറിയാം എന്ന് കർത്താവ് സക്കായിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. രണ്ടാമത്, നിന്റെ പേരെനിക്കറിയാം എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മൂന്നാമത്, നിന്റെ വീടും എനിക്കറിയാം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് സമസ്ത കാര്യങ്ങളും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 5-ാം വാക്യത്തിൽ കർത്താവ് സക്കായിയോട് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായിക്ക് തൻ്റെ സന്തോഷം അടക്കാനാവുന്നില്ല. ഇന്നത്തെ കർത്താവിൻ്റെ പ്രോഗ്രാം എൻ്റെ ഭവനത്തിലാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സക്കായി എന്താണ് ചെയ്തത്? താൻ ബന്ധപ്പെട്ടിറങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ ബന്ധപ്പെട്ട് താൻ ആ മരത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. കാരണം കർത്താവ് ഇന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ. ആരാണ് ഈ സക്കായി? ഈ സമയത്ത് ഒരു സംസ്കൃത പദം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്, തത്വമസി എന്നുള്ളതായ പദം. ഈ തത്വമസി എന്നുള്ളതായ പദം ഒരുപക്ഷെ നാം ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം. ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ മുൻപിൽ ആ പദം എഴുതിയിട്ടുണ്ട്, തത്വമസി. എന്താണ് അതിൻ്റെ അർത്ഥം? അത് നീ തന്നെയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ പദം നമ്മോട് പറയുകയാണ്, അത് നീ തന്നെയാണ്. ഇന്ന് രാവിലെ സക്കായിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നാം ഒരുപക്ഷെങ്കിൽ യെരിഹോവിലിരിക്കുന്നതായ ഒരു കുറിയ മനുഷ്യൻ്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതെങ്കിൽ, ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ട് നമ്മോട് പറയുകയാണ്, അത് നീ തന്നെയാണ്. ഇത് അംഗീകരിക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ട് വരാം. ഞാൻ എന്നെപ്പറ്റി തന്നെ വിചാരിക്കുന്നത് എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ളതായ വാക്യങ്ങളിൽ ഞാൻ എന്നെപ്പറ്റി വിചാരിക്കുന്നത് അതേപോലെ എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ്, തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെപ്പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ കാരണം എന്താണ് പ്രിയമുള്ളവരെ? കർത്താവിനെ ശരിയാവണ്ണം കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സക്കായി ചെയ്തതുപോലെ കർത്താവിനെ അടുത്ത് കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് വളർച്ചയിൽ കുറിയവനാണെന്നുള്ള കുറവ് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്,
ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ തന്നെത്താൻ ഒന്ന് താഴ്ത്തുവാൻ ആർക്കാണ് സാധിക്കുന്നത്? സക്കായി കർത്താവിനെ കാണുവാൻ ശ്രമിച്ചപ്പോഴാണ് തൻ്റെ കുറവുകളെപ്പറ്റി ബോധ്യമുള്ളവനായി തീർന്നത്. ശപിക്കപ്പെട്ട എരിഹോ പട്ടണത്തിൻ്റെ ഏതോ ഒരു കോണിൽ ചുങ്കക്കാരെയും പാപികളെയും തുല്യരായി കണ്ടിരുന്നതായ ഒരു കാലത്ത് വല്ലാത്ത മാനസിക സ്ഥിതിയോടുകൂടെ നിരാശനായി നിസ്സംഗനായിരുന്ന സക്കായിയുടെ അരികിലേക്ക് കർത്താവ് വന്നതുപോലെ ഇന്ന് രാവിലെ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും അരികിലേക്ക് വരികയാണ്. ആ കർത്താവിനെ ശരിയാവണ്ണം കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ ശരിയാവണ്ണം കാണുകയും ആ ദൈവത്തിൻ്റെ തേജസ് വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുകയും ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകൾ ഒന്നൊന്നായി നമ്മുടെ മനസ്സിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുന്നു. നമ്മുടെ ഭവനത്തിന് രക്ഷ വരുന്നു, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവ് വരുവാൻ താമസിച്ചാൽ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം എല്ലാ കുടുംബത്തിനും ലഭിക്കുവാൻ കർത്താവ് ഇന്നത്തെ ദിവസം ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായി പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവിനെ കാണുവാൻ ശ്രമിച്ച സക്കായിയുടെ ജീവിതത്തിലുണ്ടായ വലിയ വ്യതിയാനത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാവിലെ അവിടുത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ തേജസ് കാണുവാൻ, അവിടുത്തെ മനോഹാരിത കാണുവാൻ, അവിടുത്തെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തി അതിന് പരിഹാരം വരുത്തി അവിടുത്തെ സന്നിധിയിൽ അടുത്തു വന്നങ്ങെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവ് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ കർത്താവെ, അവിടുത്തെ അനുഗ്രഹത്തോടുകൂടെ തലമുറകൾ ഈ ദേശത്ത് ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.